ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ സ്പീച്ച് അറ്റ് മഹദ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. BR അംബേദ്കർ ജാതി വിവേചനത്തിനെതിരായി നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണ്. നമ്മളിവിടെ ആ സ്പീച്ചിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സിമ്പിൾ സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നോട്ട്സിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1. Ambedkar begins by recounting the incident at Chowdar Lake, where Dalits were attacked by caste Hindus for accessing water from a public lake. അപ്പോൾ മഹദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സ്പീച്ച് നടത്തുന്നത്. അതിൻ്റെ ടൈറ്റിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവും. അവിടെ മാർച്ച് 19, 1927 നടന്ന ഒരു സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത്. Where Dalits were attacked by caste Hindus for accessing water from a public lake. ചൗദാർ എന്ന് പറയുന്ന ഒരു പൊതു തടാകത്തിൽ നിന്ന് വെള്ളമെടുത്തതിൻ്റെ പേരിൽ ദളിതായിട്ടുള്ള ആളുകളെ മറ്റ് ജാതിയിൽപ്പെട്ട ആളുകൾ ആക്രമിച്ചൊരു സംഭവം ഉണ്ടായി. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ആരംഭിക്കുന്നു. Despite the culprits being punished with imprisonment, the incident underscores the urgent need to protest against caste discrimination. ആ ഒരു സംഭവത്തിൽ ആക്രമണം നടത്തിയ ആളുകളെ ശിക്ഷിച്ചിരുന്നെങ്കിലും, തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നെങ്കിലും, സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി വിവേചനത്തിനെതിരെ പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് ആ സംഭവം ഓർമ്മിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. Then he criticizes the hypocrisy of caste Hindus who preach ahimsa and kindness but practice social discrimination. അതിനുശേഷം ഈ ജാതി ആചാരങ്ങൾ പിന്തുടരുന്ന ഹിന്ദുക്കളുടെ ഒരു ഹിപ്പോക്രസിയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. കാരണം ഈ ഹിന്ദുയിസത്തിന്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അഹിംസ, നോൺ വയലൻസ്, അതുപോലെ കൈൻഡ്നെസ്, നമുക്കറിയാം ലോക സമസ്ത സുഖിനോ ഭവന്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇത് പറയുന്ന അതേ ആളുകൾ തന്നെയാണ് ജാതിയുടെ പേരിൽ മനുഷ്യർക്കെതിരെ വിവേചനം നടത്തുകയും വെള്ളമെടുക്കുന്നതിൽ നിന്ന് പോലും അവരെ തടയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുള്ളൊരു ഹിപ്പോക്രസിയെ അദ്ദേഹം അവിടെ വിമർശിക്കുന്നു. കൂടാതെ അദ്ദേഹം പറയുന്നുണ്ട്, മറ്റ് പക്ഷികളും മൃഗങ്ങളും ഒക്കെ വെള്ളമെടുക്കുന്ന ഒരു തടാകമാണ്, അവർക്കൊന്നും അതിൽ കുഴപ്പമില്ല. പക്ഷെ ഈ ദളിത് ആയിട്ടുള്ള ആളുകൾ വെള്ളമെടുക്കുമ്പോൾ മാത്രം അവർ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അതിലുള്ളൊരു ഹിപ്പോക്രസിയെ കുറിച്ചിട്ട് അദ്ദേഹം അവിടെ സംസാരിക്കുന്നു. പാർട്ട് 2. He then explains how the Chaturvarna system functions as a tool of systemic oppression, classifying people based on their birth. അതിനുശേഷം അദ്ദേഹം ചാതുർവർണ്ണ സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. ആളുകളെ ഇതുപോലെ ജാതികളായിട്ട് തിരിച്ച് അവർക്ക് കുലത്തൊഴിലും അവരുടെ ജാതിക്കനുസരിച്ചിട്ട് സോഷ്യൽ സ്റ്റാറ്റസും എല്ലാം നൽകുന്ന ആ ഒരു ജാതി വ്യവസ്ഥയെ കുറിച്ചിട്ട് അദ്ദേഹം വിശദമായിട്ട് സംസാരിക്കുന്നു. Although theoretically consisting of 4 classes, Brahmin, Kshatriya, Vaishya and Shudra, Ambedkar notes that in practice there is a 5th class, the Adishudras or Dalits. അപ്പോൾ തിയറിറ്റിക്കലി ഈ ചാതുർവർണ്ണ എന്ന് പറഞ്ഞാൽ 4 നമുക്കറിയാം. 4 കാസ്റ്റുകളാണുള്ളത്. ബ്രാഹ്മിൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ള വിഭാഗങ്ങളാണുള്ളത്. പക്ഷെ റിയാലിറ്റിയിൽ 5ാമതൊരു വിഭാഗം കൂടിയുണ്ട്. അതിശൂദ്ര അല്ലെങ്കിൽ ദളിത് എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഇതിന് പുറത്ത് നിൽക്കുന്നുണ്ട്. ഹൂ സഫർ ദ മോസ്റ്റ് സിവിയർ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അവരാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള സാമൂഹിക വിവേചനങ്ങൾ നേരിടുന്നത് എന്നുള്ള കാര്യം അംബേദ്കർ പറയുന്നു. പാർട്ട് 3. അംബേദ്കർ ഡ്രോസ് എ പാരലൽ ബിറ്റ്വീൻ ദ പ്ലൈറ്റ് ഓഫ് ദളിറ്റ്സ് ആൻഡ് ദ 3 എസ്റ്റേറ്റ് സിസ്റ്റം ഇൻ ഫ്രാൻസ്. അതിനുശേഷം അംബേദ്കർ ഇന്ത്യയിലുള്ള ജാതി വ്യവസ്ഥയെ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന 3 എസ്റ്റേറ്റ് സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ആളുകൾ പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, സാധാരണക്കാർ എന്നുള്ള 3 തട്ടുകളായിട്ട് തരംതിരിക്കുകയും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഒരുപാട് പ്രിവിലേജുകൾ കൊടുക്കുകയും സാധാരണക്കാർക്ക് ചൂഷണങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു. അതിനോട് അദ്ദേഹം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ കമ്പയർ ചെയ്യുന്നു. ഹി ഇലാബറേറ്റ്സ് ഓൺ ഹൗ ദ ഫ്രഞ്ച് റെവല്യൂഷൻ ലെഡ് ടു പ്രൊക്ലമേഷൻസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. അതിനുശേഷം ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായ കാര്യത്തെക്കുറിച്ചിട്ടും അതിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായതിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നു. ഡീറ്റെയിലിംഗ് ദീസ് പ്രൊക്ലമേഷൻസ് ആൻഡ് ദർ ഇംപ്ലിക്കേഷൻസ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ അദ്ദേഹം ഈ പ്രൊക്ലമേഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കണ്ടന്റ് നമുക്കറിയാം. ഇക്വാലിറ്റി എന്നുള്ളതാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതായത് എല്ലാവരും ഈക്വലാണ് നിയമത്തിന്റെ മുമ്പിൽ. അവർ ഏത് ജാതിയിലോ അല്ലെങ്കിൽ ഏത് വർഗത്തിലോ ജനിച്ചു കഴിഞ്ഞാലും എല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ ഈക്വലാണ്. രാഷ്ട്രീയപരമോ അതുപോലെ തന്നെ മതപരമോ ആയിട്ടുള്ള പദവികൾ കാരണം കൊണ്ടും ആർക്കും പ്രിവിലേജുകളൊന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണ്ടന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. Ambedkar emphasizes that untouchability cannot be eradicated without addressing social inequality.
അപ്പൊ അംബേദ്കർ പറയുന്നത് അൺടച്ചബിലിറ്റി ഇല്ലാതായതുകൊണ്ട് മാത്രം, അതായത് അയിത്തം ഇല്ലാതായതുകൊണ്ട് മാത്രം, ഈ പ്രസംഗം നടക്കുന്ന സമയത്ത് അയിത്തം നിരോധിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ ഓർക്കണം. അയിത്തം ഇല്ലാതായതുകൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നം അവസാനിക്കുന്നില്ല. കാരണം ഈ അൺടച്ചബിലിറ്റി ഇല്ലെങ്കിലും ഈ ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് ആളുകൾ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ള രീതിയിൽ ഒരു ഇക്വാലിറ്റി ഇല്ലാത്ത അവസ്ഥയിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു സോഷ്യൽ ഇക്വാലിറ്റി വരണം എന്നുള്ള കാര്യമാണ് അംബേദ്കർ പറയുന്നത്. ഈ കമ്പയർസ് ദെയർ ഗാദറിംഗ് ടു ദ ഫസ്റ്റ് ഫ്രഞ്ച് നാഷണൽ അസംബ്ലി. അപ്പോൾ അദ്ദേഹം ഈ മഹദിൽ ഇവർ കൂടിച്ചേർന്നിട്ടുള്ള ഈ ഒരു അവസരത്തെ ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയോട് കമ്പയർ ചെയ്യുന്നു. Part 4. Ambedkar argues that merely banning untouchability would only reclassify Dalits from Adishudras to Shudras. നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ്. അംബേദ്കർ പറയുന്നത് ഈ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ അയിത്തം ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശൂദ്രാസ് ആയിട്ടുള്ള ദളിതർ ശൂദ്ര ആയിട്ട് മാറുക മാത്രമേ ചെയ്യുള്ളൂ. ഹിന്ദു സമൂഹത്തിനകത്ത് ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന നിലനിൽക്കുന്ന ഒരു അസമത്വം അവിടെ അവശേഷിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. He stresses the importance of addressing the root cause of caste discrimination with various examples. പല ഉദാഹരണങ്ങളോട് കൂടിയിട്ട് അദ്ദേഹം ഈ ജാതി വ്യവസ്ഥയുടെ മൂലകാരണത്തെ ഇല്ലാതാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. എക്സാമ്പിൾസ് ആയിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു പാമ്പിനെ നമ്മൾ കൊല്ലണം എന്നുണ്ടെങ്കിൽ അതിന്റെ വാലിൽ തല്ലിയിട്ട് കാര്യമില്ല, അതിന്റെ തലയിലാണ് തല്ലേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ മഹാഭാരതം എന്നുള്ളൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ദുര്യോധനന്റെ വീക്ക് പോയിന്റ് ഉണ്ടായിരുന്നത് അയാളുടെ തുടയിലാണ്. അയാളുടെ തലയിൽ അടിച്ചിട്ട് കാര്യമില്ല, അയാളുടെ കാലിൽ അടിച്ചാലാണ് ആൾ മരിക്കുള്ളൂ എന്നുള്ള ഒരു കഥ അദ്ദേഹം പറയുന്നു. അത്തരത്തിൽ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണമാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്, എന്നാൽ മാത്രമേ ആ പ്രശ്നം പരിഹരിക്കപ്പെടൂ എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. He mentions the plight of plebeians in Rome and how the tribunes and priests undermined the spirit of the Charter of 12 Laws. ഇനി റോമിലുണ്ടായ ഒരു കാര്യത്തെക്കുറിച്ച് കൂടി അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ആളുകൾ പ്ലീബിയൻസ് പാട്രീഷ്യൻസ് എന്നുള്ള രീതിയിൽ രണ്ടായി തരംതിരിക്കുകയുണ്ടായിരുന്നത്. പാട്രീഷ്യൻസ് ആണ് അവിടെ ഈ പ്രിവിലേജ് ഉള്ള ആളുകളായിട്ടും പ്ലീബിയൻസ് ആണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളായിട്ട് വരുന്നത്. അവിടെയും ഇതുപോലെ വിപ്ലവവും കലാപവും ഒക്കെ ഉണ്ടായതിനു ശേഷം ഒരു ചാർട്ടർ ഓഫ് 12 ലോസ് 12 നിയമങ്ങൾ, അതായത് ഈ ഫ്രഞ്ച് വിപ്ലവത്തിലുണ്ടായ പ്രൊക്ലമേഷൻസ് പോലെ ഈ ഒരു ഇക്വാലിറ്റിയെ കുറിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ അവിടെ വരുന്നു. ബട്ട് ദ ട്രിബ്യൂൺസ് ആൻഡ് പ്രീസ്റ്റ് അണ്ടർമൈൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോസ്. പക്ഷെ അതുണ്ടായിട്ടും അവർക്ക് അവിടെ ഇക്വാലിറ്റി ഉണ്ടായില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ട്രിബ്യൂൺസ് അല്ലെങ്കിൽ ന്യായാധിപന്മാരും ഒക്കെ ഈ പാട്രീഷ്യൻസിനുള്ള അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ആളുകളായിരുന്നു. അവരപ്പോഴും സാധാരണക്കാർക്കെതിരെ ഡിസ്ക്രിമിനേഷൻ ചെയ്തുകൊണ്ട് വിവേചനം ചെയ്തുകൊണ്ടാണ് ആ നിയമങ്ങൾ നടപ്പിലാക്കിയത്. അപ്പൊ നിയമം വന്നിട്ടും അതവിടെ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ഉദാഹരണം അദ്ദേഹം അവിടെ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള പ്രീസ്റ്റ് പുരോഹിതന്മാർക്ക് ഈ ന്യായാധിപന്മാരെ നിയമിക്കുന്ന കാര്യത്തിൽ ഒരു പങ്കുണ്ടായിരുന്നു. പുരോഹിതന്മാരെ എപ്പോഴും അവർക്ക് അനുകൂലമായിട്ടുള്ള ആളുകളെ മാത്രമാണ് നിയമിക്കുള്ളൂ. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും ഈക്വൽ ആണെന്നുള്ള നിയമം ഉണ്ടായിട്ടും അവിടെ അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിയാതിരുന്ന ഒരു ഉദാഹരണം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതുപോലെയാണ് ഈ ഇന്ത്യയിലും സംഭവിക്കാൻ പോവുക എന്നുള്ള കാര്യം അദ്ദേഹം ഒരു വാണിംഗ് ആയിട്ട് പറയുന്നുണ്ട്. ഈ കാസ്റ്റ് സിസ്റ്റത്തിന്റെ റൂട്ട് കോസ് മൂലകാരണം ഇല്ലാതാക്കിയില്ലെങ്കിൽ പേരിനെ എല്ലാവരും ഈക്വൽ ആണെന്ന് പറയുകയും പക്ഷെ പ്രയോഗത്തിൽ അത് വരാതിരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം അദ്ദേഹം ഒരു വാണിംഗ് ആയിട്ട് പറയുന്നു. He identifies the prohibition of intermarriage as a key force maintaining the caste system and proposes intercaste marriages as the only way to abolish it. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ പ്രൊഹിബിഷൻ ഓഫ് ഇന്റർ മാരേജ്, ഒരു ജാതിയിൽ പെട്ട ആളുകൾ അതേ ജാതിയിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കുന്നത് കൊണ്ടാണ് ഈ ജാതി വ്യവസ്ഥ ഇവിടെ തുടർന്നുകൊണ്ട് പോകുന്നത്. അപ്പൊ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇന്റർ കാസ്റ്റ് മാരേജ് ആണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നത്. ആളുകൾ ജാതി നോക്കാതെ പരസ്പരം വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലാണ് കാലക്രമേണ ജാതി ഇല്ലാതായി പോവുകയുള്ളൂ. അതല്ലാതെ എന്ത് നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇവിടെ ജാതിയും ജാതിയുടെ പേരിലുള്ള വിവേചനവും നിലനിൽക്കും എന്നുള്ള കാര്യമാണ് അംബേദ്കർ പറയുന്നത്. പാർട്ട് 5. അങ്ങനെ നമ്മൾ ഈ സ്പീച്ചിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അംബേദ്കർ acknowledges that the Brahmins will not willingly surrender their privileges like the samurais in Japan. അപ്പോൾ ഈ ജാതി വ്യവസ്ഥയിൽ നമുക്കറിയാം ബ്രാഹ്മിൺ ആയിട്ടുള്ള ആളുകൾക്കാണ് പ്രിവിലേജുകൾ ഉള്ളത്. അത് അവര് സ്വയം വേണ്ടാന്ന് വെക്കില്ല എന്നുള്ള കാര്യമാണ് അംബേദ്കർ സൂചിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്. ജപ്പാനില് സാമുറായ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവര് ഈ രാജ്യത്തിന് വേണ്ടി മരിക്കുകയും പോരാടുകയും ചെയ്യുന്ന ആളുകളാണെന്നുള്ള രീതിയിൽ പ്രത്യേകം പ്രിവിലേജുകൾ അവിടെ ഉണ്ടായിരുന്നു.
പക്ഷെ ഒരു മോഡേൺ സമൂഹം എന്നുള്ള രീതിയിലേക്ക്, ഒരു ജനാധിപത്യ സമൂഹം എന്നുള്ള രീതിയിലേക്ക് ജപ്പാൻ വരുന്നതിന്റെ ഭാഗമായിട്ട് സ്വമേധയാ അവരുടെ പ്രിവിലേജുകൾ വേണ്ടാന്ന് വെക്കുകയാണ് ഉണ്ടായത്. രാജ്യസ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സമരത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ആവശ്യമില്ലാതെ ഈ സാമുറായി ആയിട്ടുള്ള ആളുകൾ അവരുടെ പ്രിവിലേജുകൾ സ്വയം വേണ്ടാന്ന് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇന്ത്യയിൽ ബ്രാഹ്മിൻസ് അങ്ങനെ അവരുടെ പ്രിവിലേജുകൾ സ്വയം വേണ്ടാന്ന് വയ്ക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അംബേദ്കർ സൂചിപ്പിക്കുന്നു. ഹി എംഫസൈസസ് ദ നീഡ് ഫോർ സോഷ്യൽ റെവല്യൂഷൻ ടു ബ്രിങ് അബൌട്ട് ചേഞ്ച്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നമുക്കൊരു സാമൂഹിക വിപ്ലവത്തിലൂടെ മാത്രമാണ് ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. Recognizing the caste system as a barrier to national progress, he highlights how it prevents a significant portion of the population from realizing their full potential. ഇനി അദ്ദേഹം ഈ ജാതി വ്യവസ്ഥ ഈ ദളിതരുടെ മാത്രം പ്രശ്നമല്ല, അത് രാജ്യത്തിന്റെ മൊത്തം പ്രശ്നമാണെന്നുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. കാരണം ഈ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത് കാരണം കൊണ്ട് അവർക്ക് അവരുടെ യഥാർത്ഥ കഴിവ് പുറത്തെടുക്കാനോ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിയുടെയും ഭാഗമാകാനോ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പുരോഗതിക്കാണ് ഈ ഒരു ജാതി വ്യവസ്ഥ തടസ്സമായി നിൽക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു. Then he concludes by stating that the responsibility for a peaceful revolution lies with the caste Hindus and urges them not to oppose social progress. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ ഒരു സാമൂഹിക മാറ്റം നടക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ഈ ജാതി വ്യവസ്ഥ ആചരിക്കുന്ന ആളുകളുടേതാണ്, ആ പ്രിവിലേജ് ഉള്ള ആളുകളുടേതാണ്. അവർ ഈ ഒരു മാറ്റത്തിന് തയ്യാറാകണം. അല്ലെങ്കിൽ ഫ്രാൻസിലൊക്കെ ഉണ്ടായതുപോലെ രക്തച്ചൊരിച്ചിലുള്ള ഒരു വിപ്ലവത്തിന്റെ സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കും. അതില്ലാതെ സമാധാനപരമായുള്ള സാമൂഹിക മാറ്റത്തിന്റെ ഉത്തരവാദിത്വം ഈ കാസ്റ്റ് ഹിന്ദുസിനാണ്. അവർ ഒരു സാമൂഹിക മാറ്റത്തിന് തയ്യാറാകണമെന്ന് അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അംബേദ്കർ ഈ സ്പീച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്പീച്ചിൽ അംബേദ്കർ പറയുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ നോട്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.